ഒരുപാട് കഥകൾ പറഞ്ഞു തരാനും പാട്ട് പാടാനും നമ്മളെ കൂടെ കൊണ്ട് നടക്കാനും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവർ കൊച്ചല്ലേ അവരങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വലിയൊരു ഹീറോ ഉണ്ടാവും. ആരാണത്? മുത്തശ്ശിയിലെ വല്യമ്മ. എനിക്കും അങ്ങനെ വല്യമ്മ ഉണ്ടായിരുന്നു. വലിയ ഹീറോ ആയിരുന്നു നമ്മുടെ കുടുംബത്തിൽ. ഓക്കെ, അപ്പോൾ വല്യമ്മ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്നെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും ചെയ്യുക. പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് അതിൽ വളമിടാനായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ തൊട്ട് നല്ലോടിക്കൊണ്ടാണല്ലോ ഡെയിലി ഇരിക്കുക. അപ്പോൾ അതിനൊക്കെ എന്നെ കൂടെ കൂട്ടും. ചക്കരവള്ളിക്കിഴങ്ങ്, കപ്പ, അതുപോലെ തന്നെ ചെറുകിഴങ്ങ്, കാവത്ത്, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ് പറഞ്ഞ പോലെ നിലക്കടല, എല്ലാ സംഭവങ്ങളും വീട്ടിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അതിലൊക്കെ മുഴുവൻ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വല്യമ്മ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെ തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലസുരാത്ത കുട്ടിയല്ലേ എന്നതിൽ ഒരുപാട് സ്നേഹവും കൂടുതൽ ലാളനയും ഒരുപാട് കെയറിങ് നമുക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തലേ ഉള്ളൂ. എല്ലാവരെയും പോകുമ്പോൾ മോൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നതിൽ എന്നെ കൂടെ കൊണ്ടുപോകും. അതുപോലെ വിരുന്നൊക്കെ പോകുമല്ലോ, അമ്മായിമാരുടെ വീട്ടിലേക്ക് നമ്മളെ വിരുന്നൊക്കെ പോകുമ്പോൾ ഈ വല്യമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കും. അതായത് അച്ചപ്പം, കുഴലപ്പം, മുറുക്ക്, അങ്ങനെ വേണ്ട സംഗതികളൊക്കെ നമ്മൾ വല്യമ്മ ഉണ്ടാക്കും. എന്നെ കൂടെ കൂട്ടും. എന്നെ മാത്രമല്ല എല്ലാ പേരമക്കളെയും കൂടെ കൂട്ടും. അതിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കുടുംബത്തിലേക്ക് വിരുന്ന് പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോകാണ് പതിവ്. അതുപോലെ തന്നെ വീട്ടിലേക്കൊരു വിരുന്നുകാർ വരികയാണെങ്കിലും അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാനാണ് പതിവ്. ഇന്നത്തെ പോലെ ബേക്കറി കടകളിൽ നിന്ന് വാങ്ങിക്കാറില്ല. അന്ന് ആരോഗ്യപരമായിട്ടുള്ള ഇതായിരുന്നു. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും, അങ്ങനെ പോകില്ലേ. അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിൽ വല്ല പൊതിയുമുണ്ടോ, സമ്മാന പൊതികളുമുണ്ടോ, കഴിക്കാൻ വല്ലതുമാണോ എന്ന് നമ്മൾ പ്രത്യേകമായിട്ടന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്നൊരാൾ വരികയാണെങ്കിൽ വരൂ, ഇരിക്കൂ, അവരുടെ ഫേസിലേക്കാണ് നോക്കുക. അന്ന് നമ്മൾ കയ്യിലേക്കാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ വീടിന് ഫ്രണ്ടിലായിട്ട് മുമ്പിലായിട്ട് ഒരു കിണറുണ്ട്. നല്ല വട്ടമുള്ള കിണറാണ്. കല്ല് കെട്ടിയ കിണറാണ് കേട്ടോ. ആ കിണറെന്ന് വെച്ചാൽ ഏകദേശം 12 കോലുക്ക് ആഴം എന്നാണ് പറയുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത്. അതിൻ്റെ ശരിയായിട്ടുള്ള അളവും എനിക്കറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മഴക്കാലത്ത് ഏകദേശം നമുക്ക് എന്താ വെച്ചാൽ ഒരാൾ ശരിക്കും കേരളം ഇറങ്ങണ ഒരാളുടെ താഴ്ചയ്ക്കുള്ള അത്രയ്ക്ക് വെള്ളം ഉണ്ടാവും. ഒരാളൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. ഞങ്ങളൊക്കെ അതിൽ വളർന്നു വന്നു, അറിയില്ല എങ്ങനെ ജീവിച്ചു വന്നെന്ന്. ഓക്കെ, അപ്പോൾ കൈത്താങ്ങലെടുക്കാമെന്ന് പറയും. കയറ് കെട്ടിയിട്ട് കുടത്തിലിങ്ങനെ കൈത്താങ്ങലെടുക്കാറാണ് അന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. ഉമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വലുതായപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 25 പേരമക്കളും ഈ കുടുംബമൊക്കെ എങ്ങനെ ആ കിണറിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ പോകുന്നതൊക്കെ മഴക്കാലത്തൊക്കെ നമുക്ക് വീട്ടിൽ വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിലും പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കുളത്തുനിന്നോ അല്ലെങ്കിൽ താഴത്ത് പോയി വീടുകളിൽ നിന്ന് കൊണ്ടുവരാനാണ് പതിവ്. കുളിക്കലൊക്കെ കുളങ്ങളിൽ പോകും, എല്ലാവരും കൂടെ പോകും. വല്യമ്മച്ചിയൊക്കെ എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോകും.